എല്ലാവരും സന്തോഷത്തോടെ വീട്ടിലെത്തി. വല്യപ്പച്ചനും വല്യമ്മച്ചയും അമ്മവും വീട്ടിലുണ്ടായിരുന്നു. കൊച്ചുമകളെ എടുത്ത് മേഴ്സി അകത്തേക്ക് കയറി തിരക്കും ബഹളവുമായി അന്നത്തെ പകലും വിടവാങ്ങി. പിറ്റേ ദിവസം നേരത്തെയാണ് എല്ലാവരും പുറപ്പെടുന്നത്. വേളാങ്കണ്ണിയിലെത്തുമ്പോൾ രാത്രി ഏറെ വൈകി. രാവിലെ മാമോദീസ കഴിഞ്ഞ് കൊച്ചിന് നേർന്ന നേർച്ചയും വഴിപാടും എല്ലാം പൂർത്തിയാക്കി സോഫിയും മാൽബിയും മുട്ടുകുത്തി മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു അത്. അന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോന്നു അവർ. പിന്നീട് കൂതാശയ്ക്കുള്ള തിരക്കായിരുന്നു ആൽബിക്ക്. കൂതാശയുടെ അന്ന് തന്നെയാണ് കാലത്തെല്ലാവരും അവിടേക്ക് പോകുന്നത്. എല്ലാവർക്കും പുതിയ വസ്ത്രങ്ങളായിരുന്നു. സോഫിയുടെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്നും മരിയയ്ക്കും സിസിലിക്കും സോഫിക്കും നാൻസിക്കും സിൻസിക്കും ഒരേപോലെയുള്ള സാരിയായിരുന്നു. അമ്മച്ചിമാർക്കെല്ലാം ഒരേപോലെയുള്ള സാരി. ആൽബിക്കും സാരിയുടെ മാച്ചായ കുർത്തയും മുണ്ടും. മാനൂട്ടനും ജോക്കുട്ടനും ഒരേപോലെയുള്ള ഡ്രസ്സ്. കുഞ്ഞു മലയ്ക്ക് ഉടുപ്പ്. അളിയനും നാൻസിയുടെ ഭർത്താവിനും പോലെയുള്ളത്. നേരത്തെ സോഫിയും കുഞ്ഞുങ്ങളും അമ്മച്ചിയും പപ്പയും സോഫിയുടെ അമ്മച്ചിയും അപ്പച്ചനും സിൻസിയും ആദ്യം ഒരു കാറിൽ പുതിയ വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വിഷമമുണ്ടായിരുന്നു എല്ലാവർക്കും. അതുവരെ നിന്ന് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോവുകയാണ് ഇനി. സ്വന്തമായി വളർന്ന വീട്ടിൽ നിന്നും ഒരു പറിച്ചു നടൽ, അപ്പച്ചനെയും അമ്മച്ചിയുടെയും തണലിൽ നിന്നും ഒരു വേർപിരിയൽ. സങ്കടമുണ്ടായിരുന്നുവെങ്കിലും നല്ലതിനു വേണ്ടിയല്ലേ എന്നുള്ള കാരണത്താൽ അതിലെ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു അവർ. വിളിച്ചവരെല്ലാം ഓരോരുത്തരായി എത്തിക്കൊണ്ടിരുന്നു. മുറ്റത്ത് വലിയ പന്തലൊരുക്കിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു. മനോഹരമായ ഇരുനില വീട്. സോഫിയുടെയും ആൽബിയുടെയും സ്വർഗം. വലിയ ഗേറ്റിന് മുന്നിൽ വണ്ടി നിന്നു. പപ്പ ഇറങ്ങി ഗേറ്റ് തുറന്നു. മതിൽ സ്വർണ്ണലിപികളാൽ എഴുതിയിരിക്കുന്നു ഹെവനെന്ന്. മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടവും. കാർ പോർച്ചിൽ നിർത്തി ഇറങ്ങിയ എല്ലാവരും. വീട് പണിയെല്ലാം പൂർത്തിയാക്കി ആദ്യമായാണ് സോഫി അവിടേക്ക് വരുന്നത്. പോക്കറ്റിലും ചാവിയിട്ട് ഡോർ തുറന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ സിറ്റൗട്ടിൽ നിന്നു. ആദ്യം കുഞ്ഞുമോളെയാണ് പതിയെ കാലടി വെപ്പിച്ച് അകത്തേക്ക് കയറ്റിയത് ആൽബി. പിന്നെ മാനൂട്ടനും സോഫിയും. വീട് നടന്ന് കാണുകയായിരുന്നു സോഫി. താൻ സ്വപ്നം കണ്ടതിനേക്കാൾ ഇരട്ടിയായി മനോഹരമാക്കിയിരിക്കുന്നു ആൽബി അവിടെ കുഞ്ഞു സ്വർഗം. അടുക്കളയുമെല്ലാം വളരെ മനോഹരമായിരുന്നു. ഷെൽഫുകളും മറ്റും. പറഞ്ഞ സമയത്ത് തന്നെ കൂതാശിക്ക് അച്ഛൻ വന്നു. വല്യപ്പച്ചനും വല്യമ്മച്ചിയും മല്ലികയും അമ്മവും സിസിലിയും അളിയനും മക്കളും ചാച്ചന്മാരും ആൻറ്റിമാരും പപ്പയുടെ ബന്ധുക്കളും എല്ലാവരും എത്തിക്കഴിഞ്ഞു. ജെയ്സനും കിരണും ഭാര്യയും വന്നു. എബിയും മരിയയും മരിയയുടെ വീട്ടുകാരും ഒരുമിച്ചാണ് വന്നത്. അവരെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എബിയും മരിയയും. ഒത്തിരി സമ്മാനങ്ങളും മറ്റുമായാണ് എല്ലാവരും വന്നത്. എല്ലാം ഭംഗിയായി നടന്നു. പാല് കാച്ചൽ മേഴ്സിയാണ് ചെയ്തത്. കത്തിച്ചു വെച്ച മെഴുകുതിരിയിൽ നിന്ന് തീ പടർത്തി അടുപ്പിൽ പാൽ തിളച്ചു വരുന്നത് ആകാംക്ഷയോടെ കാത്തുനിന്നു എല്ലാവരും. പാൽ നിറഞ്ഞു തൂകി പുറത്തേക്ക് പോയി. സോഫി പാലെടുത്ത് ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഓരോരുത്തരായി പോകാൻ തുടങ്ങി. പിന്നെ അടുത്ത ബന്ധുക്കൾ മാത്രമായി വീട്ടിൽ. അന്ന് എല്ലാവരും അവിടെ നിൽക്കാനാണ് തീരുമാനിച്ചത്. അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാവരും അവിടെ നിന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ആൽബി സോഫിയുടെ മുകളിലേക്ക് വരാൻ പറഞ്ഞു. മോളെ, അമ്മച്ചിയുടെ അടുത്ത് കിടത്തി സോഫി ആൽബിയുടെ കൂടെ പോയി. മുകളിലെ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു ആൽബി. അത്യാവശ്യം വലിയ വരാന്തയോട് കൂടിയ ബാൽക്കണിയായിരുന്നു. അവിടെ ഒരു ആട്ടുകട്ടിലുണ്ടായിരുന്നു. അതൊരിക്കലും പ്രതീക്ഷിതല്ലായിരുന്നു സോഫി. ഇച്ച, ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ. അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ നിറയുന്നത് കണ്ടു അവൻ. അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു അവൻ. ആളും മരവുമായി ഇതുവരെ അവളെ നടത്തു കിട്ടിയത് പോലും ഇല്ലെന്നവന്. സോഫി, ഇന്ന് നമ്മുടെ സ്വപ്നം പൂവണിഞ്ഞ ദിവസമാണ്. നമ്മുടെ ഏറെ നാളത്തെ ആഗ്രഹം, നമ്മുടെ കുഞ്ഞു സ്വർഗം എന്ന സ്വപ്നം. അവളെ നെറ്റിയിൽ നെറ്റി മുടിച്ചു. തോളിൽ ഇരു കൈകളും ഇട്ട് തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു ആൽബി. അതെ ഇച്ച, കുറച്ച് വിഷമിച്ചുവെങ്കിലും അവസാനം നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നേടി. കൈവിട്ടു പോയിന്ന് കരുതിയ എൻ്റെ ജീവിതത്തിൽ വെളിച്ചമായി ഈച്ചായൻ വന്നു. സ്വപ്നങ്ങൾ ഉറങ്ങിയ എൻ്റെ മനസ്സിനെ വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. കൈവിട്ടു പോയ എൻ്റെ ജീവിതത്തെ എനിക്ക് തിരികെ തന്നു. സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു ജീവിതം. എല്ലാത്തിനോടും കർത്താവിനോട് നന്ദി പറയുന്നു ഞാൻ. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് നിന്നുകൊണ്ട് അവളത് പറഞ്ഞപ്പോൾ ആൽബിയുടെ മനസ്സും നിറഞ്ഞു. ആട്ടുകട്ടിൽ ഇരുത്തി സോഫി അവൻ അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു ആൽബി. അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷമാണ് അതെന്ന് തോന്നിപ്പോയി അവർക്ക്. നിശബ്ദമായ നിമിഷങ്ങൾ കടന്നുപോയി. അവൾ സാരി മാറ്റി വയറിൽ മുഖം പൂഴ്ത്തി അവൻ. ഈക്കിളി കൊണ്ടുവന്നതുപോലെ അവളൊന്ന് പിടഞ്ഞു. കുറച്ചു നാളുകൾക്ക് ശേഷം അവൻ്റെ സാമീപ്യം അവളെ തരളിതയാക്കി. അവൻ്റെ വിരലുകൾ അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞു നടന്നു. പതിയെ അവളെ കിടത്തിക്കൊണ്ട് അവളുടെ മാറിൽ മുഖം ചേർത്ത് കിടന്നു ആൽബി. നിലാവിൻ്റെ വെളിച്ചത്തിൽ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അവനെ ചൂട് പിടിപ്പിച്ചു. ഒരു ഉൾവിളി ഉണ്ടായതുപോലെ പെട്ടെന്ന് അകന്നു മാറി ആൽബി. വാ, താഴെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാകും. മുഖത്തെ നിരാശ സോഫി കാണാതെ മറച്ചു വെച്ചു ആൽബി.
അവളും ചേർത്ത് പിടിച്ച് കവളിൽ ഒരു ചുടുചുംബനം നൽകിക്കൊണ്ട് ആൽബി എഴുന്നേറ്റു. ഇരുവരും താഴേക്കിറങ്ങി. അന്നത്തെ രാത്രിയും വിട വാങ്ങി. പിറ്റേ ദിവസം എല്ലാവരും പോയി. മേരി ചേച്ചി സോഫിയുടെ വീട്ടിലേക്ക് മാറി. മരിയും പപ്പയും കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. എബിയും മരിയും കുഞ്ഞും അവരുടേതായ ലോകത്തിലേക്ക്. രാത്രി ജിജോ വിളിച്ചു ആൽബിയെ. ആൽബി, ഞാനിവിടെ മതിയാക്കി തിരികെ വരുന്നു. ഇനി അവിടെ വന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാം. ഒരു കുഞ്ഞു വേണ്ടേ? ഇനിയും ജീവിക്കാൻ മറന്നു പോകാൻ പറ്റില്ല. പിന്നെ അളിയനിപ്പോൾ മോൾ പോയി വിഷമത്തിൽ ജോലിക്കൊന്നും പോകുന്നില്ലെന്ന്. ഞാൻ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ അളിയനെ കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഇനിയും അവരെ വിഷമിപ്പിച്ച് കാലം തീർക്കാൻ അനുവദിച്ചുകൂടാം. ജിജോ പറഞ്ഞത് ശരിയെന്ന് ആൽബിക്കും തോന്നി. ശരി, നിന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. നീ വാ, നമുക്ക് ആലോചിച്ച് എന്നതെങ്കിലും ചെയ്യാം. അവർ ഇരുവരും കുറേ നേരം സംസാരിച്ചിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം പുതിയ വീട്ടിൽ ഒരേ മുറിയിൽ സോഫിയും ആൽബിയും മക്കളും കൂടി ഒരു മുറിയിൽ. മോൾക്ക് പാല് കൊടുക്കാനുള്ള സൗകര്യാർത്ഥം സോഫി നൈറ്റി ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ബാത്റൂമിലേക്ക് പോയ സോഫി തിരിച്ചു വരുമ്പോൾ ഇവ മോളെ നെഞ്ചിൽ കിടത്തി ഉറക്കുകയാണ് ആൽബി. മരുമോൻ്റെ അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പയ്ക്ക് കുറച്ച് ശ്വാസം കിട്ടട്ടെ മോനെ, ഒന്ന് മാറിക്കിടക്കട ചക്കരെ, മോൻ്റെ അടുത്ത് വന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു സോഫി. മോൻ തിരിഞ്ഞ് അവളുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് കിടന്നു. പതിയെ മോൻ്റെ തൊടയിൽ തട്ടിക്കൊടുത്തു സോഫി. മോൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ സോഫി എഴുന്നേറ്റു. ആൽബിയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് മോളും ഉറങ്ങിപ്പോയിരുന്നു. ഇച്ച, ഇങ്ങനെ കിടത്തി ഉറയ്ക്കാൽ മോൾക്കത് ശീലമാകും കേട്ടോ, സോഫി പറഞ്ഞുകൊണ്ട് മോളെ എടുത്ത് കിടത്തി. അപ്പോഴേക്കും മോള് ഉറക്കമുണർന്നു. സോഫി വേഗം കുഞ്ഞിൻ്റെ അടുത്ത് കിടന്ന് പാല് കൊടുത്തു. ആൽബി അവളോട് ചേർന്ന് കിടന്നു. അവൻ്റെ താടി അവളുടെ പിൻകഴുത്തിൽ ഉരസിക്കൊണ്ട് തെന്നി മാറി. പുറത്ത് വേനൽ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നാളുകൾക്ക് ശേഷം അവൻ്റെ വിരലുകൾ അവൾ തേടി അലഞ്ഞു. കുഞ്ഞിനെ ഉറക്കി അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ അവളുടെ മനസ്സും അതേ ആഗ്രഹിച്ചു. മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിച്ചേരലിന് അവളുടെ മുഖം ചുവന്നു. അവൻ്റെ ചുണ്ടുകൾ അവളിൽ അലഞ്ഞു നടന്നു. പാലിൻ്റെ മധുരം അവൻ്റെ നാവിൽ അലിഞ്ഞു ചേർന്നു. അവളുടെ വിരലുകൾ അവൻ്റെ പുറത്ത് ചിത്രം വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ വിരലുകൾ പാവട ചരടിൽ പിടിച്ചു മുറുകിയപ്പോൾ അവളുടെ ശരീരം വിറച്ചു. പുറത്ത് മഴ വേനൽ മഴ തകർത്ത് പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇരുവരുടെയും ശരീരങ്ങൾ ചൂട് പിടിച്ചു. ഉയർന്ന നിശ്വാസങ്ങൾ ചുമരിൽ തട്ടി പ്രതിധ്വനിച്ചു. അവളിലേക്ക് പെയ്തിറങ്ങിയവൻ കിതപ്പോടെ അടർന്ന് മാറിക്കിടക്കുമ്പോൾ അവൻ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കിടന്ന സോഫി. കിതപ്പൊന്ന് അടങ്ങിയപ്പോൾ എഴുന്നേറ്റ് പോയി ബാത്റൂമിലേക്ക് അവൾ. തിരികെ ഫ്രഷായി വന്ന് കിടക്കുമ്പോഴേക്കും ആൽബി ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് സോഫി അവനോട് ചേർന്ന് കിടന്നു. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് സോഫി. മേരി ചേച്ചി വന്നിട്ടില്ല. ചായ ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും മേരി ചേച്ചി വന്നു. മോളെ, വണ്ടി കിട്ടാൻ പാടാ ഇവിടേക്ക്. ജംഗ്ഷനിൽ വന്ന് ഓട്ടോ വിളിക്കണം, മേരി ചേച്ചി പറഞ്ഞു. അതെ, കുറച്ച് മാറിയതുകൊണ്ട് ചേച്ചിക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ? സോഫി ചോദിച്ചു. ബുദ്ധിമുട്ടൊന്നുമില്ല മോളെ, വൈകിയത് കൊണ്ട് പറഞ്ഞതാ ഞാൻ. അറിയാം ചേച്ചി, പക്ഷേ ശാന്തസുന്ദരമായ സ്ഥലമല്ലേ? സോഫി ചിരിയോടെ ചോദിച്ചു. അത് മോള് പറഞ്ഞത് ശരിയാണ്, സോഫി പറഞ്ഞു. അപ്പോഴേക്കും മമ്മിയും എഴുന്നേറ്റ് വന്നിരുന്നു. മോള് കരയാൻ തുടങ്ങിയപ്പോൾ സോഫി വേഗം അടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് പോയി. മോൾക്ക് പാല് കൊടുത്തുകൊണ്ടിരുന്നു സോഫി. കുഞ്ഞുറങ്ങിയപ്പോൾ ആൽബിയോട് ചേർത്ത് കിടത്തി അവൾ. ആൽബി മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സോഫി ചായ എടുത്തുകൊണ്ട് ആൽബിയെ വിളിച്ചു. ഓഫീസിലേക്ക് പോകാനുള്ളതായതുകൊണ്ട് ആൽബി എഴുന്നേറ്റു. ചായ വാങ്ങിക്കൊണ്ട് ഹെഡ് ബോർഡിൽ തല ഉയർത്തി വെച്ചിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിംഗ് ചെയ്തത്. സോഫി, ആ ഫോണിങ്ങെടുത്ത്. ആരെ ഈ നേരത്ത്? ആൽബി പറഞ്ഞുകൊണ്ട് സോഫി കൊടുത്ത ഫോൺ വാങ്ങി. ഹലോ, ആൽബി ചോദിച്ചു. ആൽബി, ഞാൻ ചെറിയാൻ. എനിക്കിപ്പോൾ പഴയതുപോലെ യാത്ര ചെയ്യാൻ വയ്യ. നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഒന്നിവിടെ വരുമോ? ചെറിയാൻ ചോദിച്ചു കേട്ട് ആൽബി ചിന്തയോടെ ഇരുന്നു. ആൽബി ഒരു നിമിഷം മിണ്ടാതിരുന്നു. ആൽബി, ഞാൻ പറഞ്ഞത് നിനക്ക് കേൾക്കാമോ? ചെറിയാൻ്റെ സ്വരം വീണ്ടും കാതിൽ പതിഞ്ഞു അവൻ്റെ. എനിക്ക് കേൾക്കാം, ഞാൻ വരാം. വൈകിട്ട് ഓഫീസിൽ നിന്ന് നേരെ വരാം, ആൽബി പറഞ്ഞു. ശരി, ഞാൻ കാത്തിരിക്കും. അപ്പുറത്ത് ഫോൺ കട്ടായി. ആൽബി വേഗം കുളിച്ച് റെഡിയായി. ഓഫീസിൽ കുറേ പെൻഡിങ് വർക്കുകൾ നടക്കുകയാണ്. മാത്രമല്ല, വല്യപ്പച്ചൻ മരണപത്രം എഴുതാനുള്ള ഒരുക്കത്തിലാണ്. അതിനുവേണ്ടി ആദരം എഴുത്തുകാരൻ്റെ ഓഫീസിലേക്ക് 11 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഫുള്ളും തിരക്കിലാണ്. എന്നാലും ചെറിയാനെ പോയി കാണും. ഇപ്പം തീരെ വയ്യാതിരിക്കുകയാണ്. ശരിക്കും പല്ല് കൊഴിഞ്ഞ സിംഹം. മൂത്ത മകൻ്റെ ഒറ്റ മകൻ മരിച്ചത് കുടുംബത്തിന് വലിയ അടിയായിട്ടുണ്ട്. കാര്യം താൻ തോന്നിയും തലതെറിച്ചവനുമായിരുന്നുവെങ്കിലും ചെറിയാൻ്റെ ബലമായിരുന്നു അവൻ. എന്തു ചെയ്യാം, ചെയ്തു കൂട്ടിയതിൻ്റെ പരിണത ഫലം അനുഭവിക്കാതെ നിർവാഹമില്ലല്ലോ. മനസ്സിലേക്ക് കടന്നു വന്ന പല ചിന്തകളും കടിഞ്ഞാണിട്ടുകൊണ്ട് ആൽബി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. സോഫി മോളെ മമ്മിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആൽബിക്ക് ഭക്ഷണം വിളമ്പി. പപ്പയും അവൻ്റെ കൂടെ ഇരുന്നു. പപ്പ, ഇന്ന് പോകുന്നുണ്ട് ഓഫീസിൽ? ആൽബി ചോദിച്ചു. പോണം, എബി തനിച്ചല്ലേ. ഞാൻ ചെന്ന ആ സ്റ്റാഫുകൾക്കൊക്കെ പേടിയാണ്. പണിമുടക്കം കൂടാതെ നടക്കും.
അവൻ്റെ കണ്ണ് എല്ലായിടവും എത്തില്ല. നീ പോകുമ്പോൾ എന്നെ അവിടെ ഇറക്കി തന്നാൽ മതി. പപ്പ പറഞ്ഞ് കേട്ടപ്പോൾ ആൽബി മോളി. ആഹാരം കഴിച്ചു കഴിഞ്ഞ് ആൽബി സോഫിയെ നോക്കി പറഞ്ഞു, നാളെ മോന് സ്കൂളിൽ പോയി അഡ്മിഷൻ ശരിയാക്കണം. ദേവമാതാ സ്കൂളിൽ LKG ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് പോയി അഡ്മിഷൻ ശരിയാക്കണം. അവരുടെ വണ്ടി ഇവിടെ അടുത്ത് വരുന്നുണ്ട്. കുറച്ച് പൈസ കൂടിയാലും ഇവിടെ വന്ന് പിക്ക് ചെയ്യാൻ പറയാം. ആൽബി പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ കീ എടുത്തു. അതെ മോനെ, മോന് 4 വയസ്സായില്ലേ? LKG UKG കഴിഞ്ഞ് 1ലേക്ക് വരുമ്പോൾ 6 വയസ്സാകും. അതാണ് ഇംഗ്ലീഷ് മീഡിയത്തിലെ കണക്ക്. നീ കുഞ്ഞിൻ്റെ അഡ്മിഷൻ ശരിയാക്കി വാ. ബസ് സ്റ്റോപ്പ് വരെയാണെങ്കിലും ഇവിടുന്ന് നടന്നു കൊണ്ടുവിടാം, മമ്മി പറഞ്ഞു. സോഫിക്ക് മകനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുന്നതിനോട് യോജിപ്പില്ലായിരുന്നു. അവൾ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. പക്ഷെ ആൽബിയുടെ ഇഷ്ടം അതാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അവൾ വിലക്കാതിരുന്നത്. ആൽബിയും പപ്പയും പോയി കഴിഞ്ഞ് സോഫി മോളെ ഉറക്കി കിടത്തി. സോഫിയും മമ്മിയും മോനും ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും അകലെയുള്ള ഒരു വീട്ടിലെ അമ്മമ്മ വീട് കാണാൻ വന്നു. വീട്ടുകാരെ പരിചയപ്പെടാനും അവരോട് സംസാരിച്ചിരുന്ന് കുറേ സമയം പോയി. ആൽബി നേരെ പോയത് ഓഫീസിലേക്കാണ്. അത്യാവശ്യം ജോലികൾ ചെയ്തു തീർത്തതിന് ശേഷം ആധാരം എഴുത്തുകാരൻ്റെ ഓഫീസിലേക്ക് പോയി. വല്യപ്പച്ചനും വല്യമ്മച്ചിയും സിസിലിയും മളിനും അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. ആൽബി ചെല്ലുമ്പോൾ അവരെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. മോനെ ആൽബി, ഞാൻ മരിക്കുമ്പോഴേക്കും എല്ലാത്തിനും ഒരു തീരുമാനം വേണം. അതാണ് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനമെടുത്തത്. വല്യപ്പച്ചൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പച്ചൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ. എനിക്ക് സ്വത്തും മുതലൊന്നും വേണ്ട. ഇപ്പം എൻ്റെ മകനാണ് എൻ്റെ മനുമോൻ. അവനെ നല്ല രീതിയിൽ വളർത്താൻ എനിക്ക് കഴിയും. അപ്പച്ചൻ അതോർത്ത് വിഷമിക്കരുത്. ആൽബി അപ്പച്ചൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാം ആൽബി, നീ ഒരു വേർതിരിവ് കാണിക്കില്ലെന്ന്. എന്നാലും എൻ്റെ സണ്ണിയുടെ മകനല്ലേ അവൻ, എൻ്റെ സ്വത്തുക്കളുടെ അവകാശി, എൻ്റെ മോൻ്റെ ചോര. അത് പറയുമ്പോൾ വല്യപ്പച്ചൻ്റെ വാക്കുകൾ ഇടറിപ്പോയി. അപ്പച്ചൻ മനസ്സ് വിഷമിപ്പിക്കാതെ അപ്പച്ചൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ആൽബി പറഞ്ഞു. എല്ലാവരും കൂടി ഓഫീസിലേക്ക് കയറി. വരൂ, പറഞ്ഞതുപോലെ ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തകർക്കും എഴുതിയിട്ടുണ്ട്. ഇനി വായിച്ചു നോക്കി എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിലാകാം. ആദരം എഴുതുന്ന രാമകൃഷ്ണൻ ആൽബിയെ നോക്കി പറഞ്ഞു. എന്തെഴുതിയാലും എനിക്കൊരു കുഴപ്പമില്ല രാമകൃഷ്ണേട്ടാ, ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ല ആൽബി, നീ വാങ്ങി വായിക്കൂ, സിസിലി നിർബന്ധിച്ചു. ആൽബി പകർപ്പ് വാങ്ങി വായിക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാം മനോട്ടിൻ്റെ പേരിലാണ് എന്ന് പറയുന്നതാകും ശരി. ഓഫീസ് നോക്കി നടത്താനുള്ള അധികാരവും അവകാശവും തനിക്ക്. മാസാമാസം ചെലവിനുള്ളത് വല്യപ്പച്ചൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അവരുടെ ജീവിതാവസാനം വരെ നോക്കുകയും വേണം. പൈസ കൊടുക്കാനാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് വല്യപ്പച്ചൻ്റെ അക്കൗണ്ടിൽ തന്നെയുണ്ട്. ബിസിനസ്സും സ്വത്തും ഒന്നും വേണ്ടെന്ന് എഴുതി ഒപ്പിട്ടു സിസിലി. അപ്പച്ചൻ അമ്മമ്മോളുടെ കാര്യം ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. ആൽബി വായിക്കുന്നതിൽ നിന്നും കണ്ണെടുത്ത് നോക്കി. അമ്മമ്മോളെ അന്തസ്സായി കല്യാണം നടത്തി ഒരുത്തിനെ ഏൽപ്പിക്കണം. അവൾക്ക് നമ്മൾ വെച്ച് കൊടുത്ത വീടും അതിനോട് ചേർന്ന് ഒരു 50 സെൻറ്റ് സ്ഥലവും വിവാഹത്തിന് കൊടുക്കുന്ന 10 ലക്ഷം രൂപയും 100 പവനും അതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഒരവകാശവും അവൾ മനുവിനോട് ചോദിക്കാൻ പാടില്ല. അവൾക്കിപ്പോൾ 18 വയസ്സായി. അവൾ കുറച്ച് കഴിഞ്ഞാൽ എബിയുടെ കൂടെ ഇവിടേക്ക് വരും. ഇതിൽ ഒപ്പ് വയ്ക്കാൻ എൻ്റെ കണ്ണടയത്തിന് മുന്നേ ഒരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് അവൾ വിവാഹം നടത്തണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. മനുമോന് ആരും ഒരു ബാധ്യതയാകാൻ പാടില്ല. സോഫി കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ടാകേണ്ടതാണ്. അവളൊന്നിനും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അവൾ അറിയേണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത്. എല്ലാം നിനക്ക് താല്പര്യമായെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അതല്ല ഇനി എന്തെങ്കിലും നിനക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി എഴുതാം. വല്യപ്പച്ചൻ ആൽബിയെ നോക്കി ചോദിച്ചു. അല്ല ചേച്ചി എന്താ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്? ചേച്ചിക്ക് സ്വത്തിൽ തുല്യ അവകാശമല്ലേ? ആൽബി സിസിലിയെ നോക്കി ചോദിച്ചു. എൻ്റെ പൊന്നാൽബി, അവിടെയുള്ളത് തന്നെ നോക്കി നടത്താൻ എന്നെ കൊണ്ട് മേല. പിന്നെ ഭാര്യ വീട്ടിൽ നിന്നും ഒരു മുതലും ആഗ്രഹിച്ചില്ല. ഞാനിവളെ കെട്ടിയത്. കർത്താവ് അനുഗ്രഹത്താൽ തരക്കേടില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഇത് തന്നെ വല്യപ്പച്ചൻ്റെ നിർബന്ധപ്രകാരം മക്കളുടെ പേരിൽ ഇടാനാണ്. അതും എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ഇവൾക്ക് കൊടുത്ത സ്വർണം ഇപ്പോഴും അതേപോലെ വീട്ടിലുണ്ട്. ഉള്ള മകളെ കെട്ടിച്ചു കൊടുക്കാൻ അത് തന്നെ ധാരാളം, അളിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും എബിയും അമ്മുവും കൂടി വന്നു. അവൾക്കും വായിച്ചു നോക്കാൻ ഒരു പകർപ്പ് കൊടുത്തു. അത് വായിച്ച് അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടു ആൽബി. എന്നതാമോ? അവളൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ആൽബി. ഇതിലൊന്നിലും ഞാൻ അർഹയല്ല. എനിക്കൊന്നും വേണ്ട. എൻ്റെ മകളെ അംഗീകരിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കാലം കഴിയുന്നത് വരെ അവരെ നോക്കി ഞാൻ കഴിഞ്ഞോളാം. പിന്നീടുള്ള കാലം എൻ്റെ മല്ലികമ്മയുടെ കൂടെ. എനിക്ക് വിവാഹമൊന്നും വേണ്ട. ഒരു ജോലി ഉണ്ടായാൽ മാത്രം മതി. അവൾ തേങ്ങിക്കൊണ്ട് ആൽബിയുടെ നെഞ്ചിലേക്ക് വീണു. മോളെ, അതൊന്നും പറഞ്ഞ് ശരിയാവില്ല. ഇവരൊക്കെ പ്രായമായി. ഇവരുടെ തണലിൽ നിനക്ക് കഴിയാം. പക്ഷേ ഈ ജീവിതയാത്രയിലെന്നും എല്ലായ്പ്പോഴും ഒരാൾ കൂടെ കാണില്ല. അവരവരുടേതായ സമയമായാൽ വേദനയോടെയാണെങ്കിലും എല്ലാവരും നമ്മളെ വിട്ടുപോകും. നിനക്കെന്ന് പറയാൻ സ്വന്തമായി ആരെങ്കിലും വേണം.
എന്നേരെ ജീവിതത്തിന് അർത്ഥമുണ്ടാകൂ. അതുകൊണ്ട് വിവാഹം അതിൻ്റെതായ സമയത്തിന് നടക്കും. ആൽബി അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പലപ്പോഴും ഒരു അപ്പൻ്റെ സ്നേഹം തന്നെയാണ് അവനിൽ നിന്നും അവൾക്ക് കിട്ടുന്നത്. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ഉറപ്പിക്കാം, രാമകൃഷ്ണൻ പറഞ്ഞപ്പോൾ ആൽബി മോളി. എല്ലാവരും ഒപ്പിട്ട് കൊടുത്തു. വല്യപ്പച്ചൻ്റെ മനസ്സിൽ നിറഞ്ഞു. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടന്നു. ഇനി സമാധാനമായിരിക്കാം. കണ്ണടവിന് മുന്നേ അമ്മുവിനെ ആരെങ്കിലും ഏൽപ്പിക്കണം. അതായിരുന്നു അയാളുടെ മനസ്സിൽ ചിന്തയപ്പോൾ. അവിടുന്ന് പിരിഞ്ഞ ഹോട്ടലിൽ കയറി എല്ലാവരും ഭക്ഷണം കഴിച്ചു. പിന്നീട് എല്ലാവരും പോയി. ആൽബി വീണ്ടും ഓഫീസിലേക്ക് പോയി. ഓഫീസ് കഴിഞ്ഞ് നേരെ ചെറിയനെ കാണാനാണ് ആൽബി പോയത്. ആൽബി കാത്തിരിക്കുകയായിരുന്നു അയാളപ്പോൾ. ആൽബി വണ്ടി ഒതുക്കി നിർത്തിക്കൊണ്ടിറങ്ങി. ആൽബി വാ, നമുക്ക് അവിടേക്ക് ഇരിക്കാം. പൂന്തോട്ടത്തിന് അരികിലിട്ട സിമെന്റ് ബെഞ്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ചെറിയൻ. കയ്യിലിരുന്ന വടി കുത്തിയാണ് അയാൾ എഴുന്നേറ്റത്. വളരെ ക്ഷീണിച്ച അവശനായിരുന്നു അയാൾ. അസുഖം അയാളുടെ ശരീരത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്ന് തോന്നി ആൽബിക്ക്. സിറ്റൗട്ടിൽ നിന്നുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അയാളുടെ കാലുകൾ ഇടറിപ്പോയി. ആൽബി പെട്ടെന്ന് അയാളെ താങ്ങി പിടിച്ചു. മനസ്സിടറിയാൽ കാലുമിടറി പോകും ആൽബി. പണ്ടത്തെ ചെറിയൻ അന്നേ മരിച്ചുപോയി. ആൽബിയുടെ കൈ പിടിച്ച് അയാൾ ഇറങ്ങി. സിമിൻ്റെ ബെഞ്ചിലിരുന്നു. ആൽബി, എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ്. ഇനിയും അത് പറയാതിരുന്നാൽ മരിച്ചു പോകുന്നിടത്ത് എനിക്ക് മോശം കിട്ടില്ല. ഇവിടെ നിന്നും കാണാതായ സെൽവത്തെ ഞാൻ ഒരേ വർഷങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ വെച്ച് കണ്ടു. അന്ന് അയാൾ നന്നായി മദ്യപിക്കുകയായിരുന്നു. നിന്റെ വല്യപ്പച്ചൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങുമ്പോഴും അയാളുടെ മനസ്സിൽ കെടാതെ ഒരു കനൽ കിടന്നിരുന്നു. തൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ച സണ്ണിയെ നാശം വരുത്തണമെന്ന്. വർഷങ്ങളായി നിന്റെ വല്യപ്പച്ചനുള്ള ബിസിനസ് പരമായ മത്സരവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന് സെൽവത്തെ കരുവാക്കാൻ ഞാൻ തീരുമാനിച്ചു. ചെറിയാനൊന്ന് നിർത്തി. ആൽബി ഒന്നും മനസ്സിലാവാത്തതുപോലെ അയാളെ നോക്കിയിരുന്നു. മലർമൊഴി പ്രസവിക്കുന്ന കുഞ്ഞിനെ നിന്റെ വല്യപ്പച്ചനെ ഏൽപ്പിക്കണമെന്നതായിരുന്നു കരാർ. പക്ഷെ പ്രസവത്തിന് മുൻപ് ഞാൻ അവരെ മാറ്റി. എൻ്റെ മനസ്സിൽ ആ കുഞ്ഞ് ഒരു തുറുപ്പുചീട്ടായിരുന്നു. നിന്റെ വല്യപ്പച്ചനെയും സണ്ണിയും തകർക്കാൻ പറ്റിയ ആയുധം. അവൾക്ക് 18 വയസ്സ് തികഞ്ഞാൽ ഇവിടെ വന്ന് സ്വത്ത് മുതലൊക്കെ എഴുതി മേടിക്കാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. നാണക്കേട് ഭയന്ന് ചോദിക്കുന്നത് എന്ത് നിന്റെ വല്യപ്പച്ചൻ തരുമെന്ന് അറിയാമായിരുന്നു സെൽവത്തിനും. പിന്നീട് അവരെ നിന്റെ വല്യപ്പച്ചൻ കുറെ അന്വേഷിച്ചു. ഞാനാണ് സേഫായി ഒരിടത്തേക്ക് അവരെ മാറ്റിയത്. പക്ഷെ കണക്ക് കൂട്ടിയതൊന്നും നടന്നില്ല. അപകടത്തിൽ സെൽവവും മലർമൊഴിയും മരിച്ചു. ചെറിയാൻ അവനെ നോക്കി. ആൽബി ചെവി കുറിപ്പിച്ച് പിടിച്ചുകൊണ്ട് എല്ലാം കേട്ടിരിക്കുകയായിരുന്നു. വിവരം ഞാൻ അപ്പം തന്നെ അറിഞ്ഞിരുന്നു. അതിനുള്ള ആളും സാഹചര്യവുമെല്ലാം എനിക്കുണ്ടായിരുന്നു അന്നവിടെ. പിന്നീട് മല്ലിക ആരെയും തിരിച്ചറിയാതെ മാനസികമായി ശാരീരികമായും അവൾ തളർന്നു പോയത്. അതോടുകൂടി എൻ്റെ ആവേശവും കെട്ടടങ്ങി. കാരണം ഞാൻ ആ കുഞ്ഞിനെ കൊണ്ടുവന്നാൽ ഇവിടെ ആരും എന്നെ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതോടെ ആ മോഹം അവസാനിച്ചു. അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇപ്പോൾ നിനക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. അവനവൻ ചെയ്ത ഫലം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ മക്കളും. മൂത്ത മകൻ കാര്യം തെമ്മാടിയാണെങ്കിലും അവൻ്റെ മണ്ണം വല്ലാതെ ഉലച്ചുപോയി തറവാടിനെ. അവൻ്റെ അമ്മ ഇപ്പോൾ റൂമിൽ നിന്നും പുറത്തിറങ്ങാറില്ല. പിന്നെയുള്ളത് താഴെയുള്ളവൻ്റെ മകനും മകളുമാണ്. ചേട്ടായി മരിച്ചത് എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുത്തു എന്ന് പറയുന്നതാകും ശരി. അവനിപ്പോൾ M.Com ലാസ്റ്റ് ഇയർ ആണ് നിന്റെ അമ്മ പഠിക്കുന്ന കോളേജിൽ. ചെറിയൻ പറഞ്ഞു കേട്ട് ആൽബി അയാളെ സൂക്ഷിച്ചു നോക്കി. അറിയാം, കോളേജിലൊരു പ്രശ്നമുണ്ടാക്കി വല്യപ്പച്ചൻ പോയിരുന്നു. അത് എനിക്കറിയാം, ആൽബി പറഞ്ഞു. അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അവന് അമ്മുവിനെ ഇഷ്ടമാണ്. അവർ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. അവൾക്ക് അവനെ ഇഷ്ടമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. വീട്ടുകാർ തമ്മിൽ ആലോചിച്ചൊരു തീരുമാനമെടുക്കാനാണ് അവൻ പറയുന്നത്. പെട്ടെന്ന് വേണ്ട, ഒരു 2 വർഷം കഴിഞ്ഞു മതി. അവളെ പഠിപ്പ് കഴിഞ്ഞിട്ട്. വർഷങ്ങളായി പുലർത്തിയിരുന്ന ശത്രുത ഇതോടെ അവസാനിക്കുമെങ്കിൽ. ചെറിയാൻ നിർത്തിക്കൊണ്ട് ആൽബിയുടെ മുഖത്തേക്ക് നോക്കി. ആൽബി എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു. ഇത് ഞാൻ മാത്രം തീരുമാനമെടുക്കേണ്ട കാര്യമല്ല. വീട്ടിൽ പോയി സംസാരിക്കാം, എന്നിട്ട് വിവരം പറയാം. ആൽബി എഴുന്നേറ്റു. പോകല്ലേ, ചായ കുടിച്ചേച്ചും പോകാം. ജീവൻ ഇപ്പോൾ വരും. അവനെന്ന് കണ്ടിട്ട് ചെറിയൻ പ്രതീക്ഷയോടെ നോക്കി അവനെ. അപ്പോഴേക്കും ഒരു ബുള്ളറ്റ് ഗേറ്റ് കടന്നു വന്നു. ജീവൻ മുടിയൊക്കെ വളർത്തി നടന്നിരുന്ന ഒരു ചെറുക്കനായിരുന്നു പണ്ട്. ചേട്ടായി മരിച്ചതോടെ എല്ലാവരിലും മാറ്റമുണ്ടായെന്ന് മനസ്സിലായി അവന്. മോനെ വാ. വണ്ടി നിർത്തി ആൽബി നോക്കി ചിരിച്ചു ജീവൻ. വല്യപ്പച്ചൻ വിളിച്ചു കേട്ട് ജീവൻ അവിടെ അടുത്തേക്ക് വന്നു. മനസ്സിലായോ നിനക്ക്? ചെറിയാൻ ചോദിച്ചു. അറിയാം അമ്മുവിൻ്റെ. ജീവൻ ആൽബിയുടെ നേരെ കൈ നീട്ടി. ആൽബി അവൻ്റെ കയ്യിൽ പിടിച്ച് ചെറുതായി ചിരിച്ചു. അമ്മ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളെ കാണപ്പെട്ട ദൈവങ്ങളാണ് ചെത്തിമരത്തുള്ളവർ എന്ന്. പക്ഷെ എന്നെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ സമ്മതിക്കുമെന്നാണ് അവൾ പറയുന്നത്. എന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ. കോളേജിൽ ചേർന്ന സമയത്ത് അതിനൊരു പരിഹാരമായിട്ടല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. അവളോട് അടുത്തപ്പോൾ എൻ്റെ നല്ല പാതിയെ അവൾ വേണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു ഞാൻ. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ജീവൻ വളരെ വിനയത്തോടെ പറഞ്ഞു.
അവൻ്റെ പെരുമാറ്റം വളരെ ഇഷ്ടമായി ആൽബിക്ക്. മോനെ, അമ്മച്ചോട് ചായ എടുക്കാൻ പറ, ചെറിയാൻ പറഞ്ഞു. വേണ്ടെന്ന് ആൽബി പറഞ്ഞുവെങ്കിലും ജീവൻ നിർബന്ധിച്ച് ആൽബി അകത്തേക്ക് കൊണ്ടുപോയി. അമ്മച്ചി ചായ എടുത്തിരുന്നു. അപ്പോഴേക്കും ആൽബിക്ക് കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കതങ്ങ് നടത്തി കൊടുക്കാം മോനെ, ചെറിയാൻ്റെ ഭാര്യ ആൽബിയോട് പറഞ്ഞു. ഇവിടെ ഇനി ഇവൻ മാത്രമേ ഉള്ളൂ ആൺകുട്ടിയായിട്ട്. ഒന്ന് മൂപ്പെത്താതെ പോയില്ലേ? ആ വൃത്തിയുടെ കണ്ണുകൾ നിറയുന്നത് ആൽബി കണ്ടു. അമ്മച്ചി വിഷമിക്കാതെ, ഞാൻ എല്ലാവരോടും സംസാരിച്ചിട്ട് വിവരം പറയാം. സന്തോഷത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ആൽബി. നേരെ വല്യപ്പച്ചൻ്റെ വീട്ടിലേക്ക് പോയി ആൽബി. ആദ്യം അമ്മുവിനെ വിളിച്ചു. ആൽബി, നിനക്ക് ഒരു ജീവനെ അറിയോ? ആൽബി പെട്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മു ഞെട്ടി. ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? ആൽബി സ്വരം ഉയർത്തി ചോദിച്ചു. അറിയാം, എൻ്റെ കോളേജിൽ പഠിക്കുന്ന അത്രയേ ഉള്ളൂ. ആൽബി വീണ്ടും ചോദിച്ചു. അത് പിന്നെ? വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു അമ്മു. പേടികൊണ്ട് അവളുടെ ഉടൽ വിറച്ചു. ആൽബി പെട്ടെന്ന് ചിരിച്ചു പോയി. അവൾക്കും ആശ്വാസമായി. ആൽബി എല്ലാവരോടും ചെറിയാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വല്യപ്പച്ചനൊന്നും മിണ്ടാതെ ചിന്തയോടെ ഇരുന്നു. അപ്പച്ച, ഇവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കാം. ഇവളുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതിയെന്നാണ് അവർ പറഞ്ഞത്. കാലങ്ങളായി കുടുംബങ്ങൾ തമ്മിലുള്ള ബിസിനസ് പരമായ ശത്രുതയും ഇതോടെ തീരുമല്ലോ. ആൽബി പറഞ്ഞപ്പോൾ വല്യപ്പച്ചന് സമ്മതമായി. തെളിഞ്ഞ മനസ്സോടെയാണ് ആൽബി വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തി എല്ലാവരോടും വിവരം പറഞ്ഞു അവൻ. സോഫി വളരെ സന്തോഷത്തിലാണ് കേട്ടപ്പോൾ. അവളുടെ കല്യാണം ഭംഗിയായി നടത്തണമെന്ന് അപ്പത്തന്നെ പറയുകയും ചെയ്തു. ആൽബി അപ്പച്ചൻ മരണപത്രം എഴുതിയ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും വിഷമം തോന്നി. ദിനങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. നിത ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. വിവരം റിച്ചാർഡ് പറഞ്ഞപ്പോൾ ആൽബി എല്ലാം മറന്ന് സോഫിയെ കൂട്ടി കാണാൻ പോയി. ആൽബി തന്നെ കാണാൻ വന്നപ്പോൾ നിത ഒരുപാട് സന്തോഷിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം. ദീച്ച, ഒന്ന് എഴുന്നേൽക്ക്, പെണ്ണിറങ്ങുമ്പോഴേക്കും അവിടെ ചെല്ലണ്ടേ? മോളെ കുളിപ്പിച്ചു കൊണ്ടുവന്നു. ബെഡിൽ നിർത്തിക്കൊണ്ട് ജെട്ടിയിട്ട് കൊടുക്കുന്നതിനിടയിൽ സോഫി ആൽബി വിളിച്ചുകൊണ്ടിരുന്നു. പുതിയ ഉടുപ്പെടുത്തതും ഇവമോൾ ഇറങ്ങാൻ നിന്നു. ദേ കുഞ്ഞെ, അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവമോൾ മനോടനെ കണ്ടപ്പോൾ ബെഡിൽ നിന്നും ചാടി ഇറങ്ങി. ഇച്ചാ, ചേട്ടായി ഇട്ട് തന്നാ മതി, മാനോട്ടിനെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു മോൾ. അമ്മേ, ഞാൻ ഇട്ട് കൊടുക്കാൻ വാവയ്ക്ക്. സോഫിയുടെ കയ്യിൽ നിന്നും ഉടുപ്പ് വാങ്ങിക്കൊണ്ട് മനുമോൻ പറഞ്ഞു. ചേട്ടായിട്ട് തരാലോ കുഞ്ഞിക്ക്, മോൻ പറഞ്ഞപ്പോൾ അവളുടെ കുഞ്ഞി മുഖത്ത് ചിരി വിടർന്നു. ആൽബി കമിഴ്ന്ന് കിടന്ന് ഉറക്കമാണ് അപ്പോഴും. മോള് വാ, നമുക്ക് അപ്പുറത്ത് പോകാം. മോൻ കുഞ്ഞെ കൊണ്ട് പുറത്തേക്ക് നടന്നു. സോഫി തലയിൽ ചുറ്റിക്കെട്ടിവെച്ച തോർത്തഴിച്ച് മാറ്റി നനഞ്ഞ മുടി ഒന്ന് വിടർത്തിയിട്ടു. ആൽബി കിടക്കുന്നത് കണ്ടപ്പോൾ അവൾ അവൻ്റെ പുറത്തേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് കവളിൽ ഒരു കടി കൊടുത്തു. ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു ആൽബി. അവളുടെ നനവുള്ള നീണ്ട മുടി അവൻ്റെ ദേഹത്ത് കുളിര് പടർത്തി. ഒരു കൈ കൊണ്ട് അവൾ തന്നിലേക്ക് വലിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് അവളുടെ മേലെയായി ആൽബി. അവൻ്റെ നെഞ്ചിൽ 2 കൈകളും വെച്ച് കിടന്നു അവള്. ദേ വേണ്ട, സമയം ഒരുപാടായി ഇച്ച. അവർ നമ്മളെ കാണുതേ, അല്ലെങ്കിൽ രാത്രി പോന്ന ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ നിൽക്കാൻ പറഞ്ഞതാണ്. ഇച്ചയും പറഞ്ഞിട്ട് മാത്രമാണ് വന്നത്. വൈകിയാലും എനിക്കിപ്പോൾ നമ്മുടെ ഈ സ്വർഗത്തിൽ കിടന്നാൽ മാത്രമേ ഇപ്പോൾ ഉറക്കം വരൂ. അവളുടെ കഴുത്തിനും തോളിലും ഇടയ്ക്ക് മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ. ശരി, ഇനി വയ്യ, ശരിയാകില്ല, പൊളിച്ചു വായിച്ച. സോഫി കൊഞ്ചി. നീ എന്നെ ഉണർത്തിയതല്ലേ? ആൽബി അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞു. അവൻ്റെ ശരീരം ചൂട് പിടിച്ചു. അവളിൽ അവൻ്റെ അതിരം മലയുമ്പോൾ അവളുടെ ഉടൽ വിറകൊണ്ടു. ബെഡ്ഷീറ്റ് അമർത്തി പിടിച്ച് ഉയർന്ന് പൊങ്ങി അവളിൽ അവനെ നിറച്ചുകൊണ്ട് അവളിൽ നിന്നും ഓർന്നിറങ്ങി കിടക്കുമ്പോൾ അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനി ഞാൻ ഒന്നുകൂടി കുളിക്കണ്ടേ? സോഫി ദേഷ്യത്തിൽ എഴുന്നേറ്റു. ബാത്റൂമിലേക്ക് കയറി. ആൽബി വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മനിമോൻ മോളുടെ മുടി ചീകി പൊട്ടു തൊട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളം നിറഞ്ഞു. എന്തനുസരണയാണ് അവൾക്കിപ്പോൾ. സോഫിയാണെങ്കിൽ ഇപ്പോൾ 100 ഓട്ടം കഴിഞ്ഞിരിക്കും കുഞ്ഞിപ്പെണ്ണ്. അപ്പയുടെ മക്കളെ ചേച്ചി വേണ്ട കല്യാണം കൂടാൻ ഒരുങ്ങിയല്ലേ? അവൻ ചോദിച്ചു കേട്ട് മക്കൾ ഇരുവരും അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. മോളെ എടുത്തുയർത്തി മോനെ ചേർത്ത് പിടിച്ചു ആൽബി. സോഫി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ പിന്നെ ഒരു ബഹളമായിരുന്നു അവിടെ. ആൽബിയും വേഗം കുളിച്ച് റെഡിയായി ഇറങ്ങി. വല്യപ്പച്ചൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ അവരെ കാത്തു നിൽക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്നും ഇറങ്ങി. സോഫിയുടെ അപ്പച്ചനും അമ്മച്ചിയും സിൻസിയും ഭർത്താവും നാൻസിയും ഭർത്താവും മക്കളും എല്ലാവരും എത്തിയിരുന്നു. ഒരു കല്യാണ പെണ്ണിനെ ഒരുക്കിയിറക്കി. അമ്മ കൂടുതൽ സുന്ദരിയായി. ക്രീം കളർ വർക്കുള്ള സാരിയായിരുന്നു വേഷം. നിറയെ ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ട്. അണിഞ്ഞൊരുങ്ങിയ അമ്മു. പള്ളിയിൽ ജീവൻ അവരെ കാത്തു നിന്നിരുന്നു. ക്രീം കളർ ഷർട്ടും കരമുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. പെണ്ണിനെ കൈ പിടിച്ചിറക്കി ജീവൻ. ചെറിയാനും വല്യപ്പച്ചനും കൈ കൊടുത്തു. പള്ളിയിലേക്ക് ചെക്കനും പെണ്ണും ആദ്യം നടന്നു കയറി, പിന്നാലെ ബന്ധുക്കളും. അങ്ങനെ അമ്മുവിൻ്റെയും ജീവൻ്റെയും ആഗ്രഹം എല്ലാവരും ചേർന്ന് നടത്തി കൊടുത്തു. അമ്മുവിൻ്റെ കഴുത്തിൽ ജീവൻ താലി കെട്ടിയപ്പോൾ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും കണ്ണുകൾ നിറഞ്ഞു. സന്തോഷം കൊണ്ട് എല്ലാ ചടങ്ങും ഗംഭീരമായി നടന്നു. പെണ്ണിനെ സന്തോഷത്തോടെ യാത്രയാക്കി ജീവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് അമ്മു നിർത്താതെ കരഞ്ഞു.
സോഫി ഒരുവിധം അവളെ ആശ്വസിപ്പിച്ചു. ജീവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ കാറിലേക്ക് കയറ്റി. അവരുടെ കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ നോക്കി നിന്നു എല്ലാവരും. വിവാഹത്തിന് വന്നവരെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞിരുന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് സോഫിയും ആൽബിയും മക്കളും അവരുടെ കുഞ്ഞു സ്വർഗത്തിലേക്ക് തിരികെ പോന്നു. രാത്രി കിടക്കുമ്പോൾ ആൽബിയുടെ മനസ്സിൽ ആശ്വാസം തോന്നി. അവൾക്ക് നല്ലൊരു ജീവിതം തന്നെ കർത്താവ് കൊടുത്തതിൽ അവരുടെ നെഞ്ചിൽ തലവെച്ച് സോഫി കിടന്നു.